ഫ്രഞ്ച് സന്യാസിനിയായ കാതറിൻ ലെബോറയ്ക്ക് തൻ്റെ സന്യാസ ജീവിതത്തിലെ നൊവിഷ്യേറ്റ് കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ അനേകം പ്രത്യക്ഷീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ കാണാൻ അവൾ വളരെയധികം ആഗ്രഹിക്കുകയും ഈശോയോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 1830 ജൂലൈ 18 രാത്രി കാതറിൻ നിദ്രയിലായിരുന്നപ്പോൾ അവളുടെ സമീപം ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എഴുന്നേൽക്കുക, പരിശുദ്ധ കന്യകാമറിയം നിനക്കായി കാത്തിരിക്കുന്നു. ബാലൻ അവളെ ചാപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു: പ്രിയപുത്രി, ദൈവം നിന്നെ ഒരു ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു. എന്നാൽ നീ കർത്താവിൻ്റെ അൾത്താരയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിനക്ക് നൽകും. പിന്നീട് 1830 നവംബർ 27 നടന്ന രണ്ടാമത്തെ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ കാതറിന് അത്ഭുതകരമായ ഒരു മെഡലിൻ്റെ രൂപം സമ്മാനിച്ചു. ആ മെഡൽ സ്നേഹത്തിൻ്റെ അടയാളവും സംരക്ഷണത്തിൻ്റെ പ്രതീകവും അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് കൃപയുടെ ഉറവിടവുമാണെന്ന് മറിയം പറഞ്ഞു. അതിൽ കന്യകയുടെ കൈകൾ വളയങ്ങളും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതിൽ നിന്നും പ്രകാശകിരണങ്ങൾ താഴേക്ക് പതിച്ചിരുന്നു. ആ കിരണങ്ങൾ താൻ ചൊരിയുന്ന കൃപയുടെ പ്രതീകമാണെന്ന് പരിശുദ്ധ അമ്മ കാതറിന് വ്യക്തമാക്കി കൊടുത്തു. ആ മെഡലിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മറിയമേ, പാപമില്ലാതെ ഗർഭം ധരിച്ചവളെ, നിന്നോട് സഹായം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ കന്യകാമറിയം ആ മെഡൽ കഴുത്തിൽ ധരിക്കുവാൻ കാതറിനോട് ആവശ്യപ്പെട്ടതിനു ശേഷം പറഞ്ഞു: ഇത് ധരിക്കുന്ന എല്ലാവർക്കും കൃപ ലഭിക്കും. വിശ്വാസത്തോടെ ഇത് ധരിക്കുന്നവർക്ക് കൃപ ഉദാരമായിരിക്കും. കത്തോലിക്ക സഭ അംഗീകരിച്ച ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ഈ മെഡൽ. കൃപ നേടുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകുവാനുമുള്ള വലിയ പിന്തുണയാണ് ഈ മെഡൽ.